ഇതേ നമ്മുടെ മോട്ടോർ പുരയിലേക്കുള്ള വഴിയാണ്. നമ്മൾ 2 മാസം മുമ്പ് വീഡ് മാറ്റ് ഇട്ടതാ. അന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിറച്ച് പുല്ലായിരുന്നു. അപ്പോൾ ഈ പുല്ല് നമ്മൾ പുല്ലിൻ്റെ മേലേക്ക് ഇട്ടത്, ഇത് ഇട്ടത് എങ്ങനെയുണ്ട്, പുല്ല് പിന്നെ മുളച്ചോ, എന്താണ് അതിൻ്റെ അവസ്ഥ എന്ന് നമുക്ക് നോക്കാം. സൈഡൊക്കെ കണ്ടില്ലേ, പുല്ല് ഇഷ്ടം പോലെ മുളച്ച് നിൽപ്പുണ്ട്, കുറേയൊക്കെ വെട്ടിക്കളഞ്ഞാണ്. എന്നാലും ഇതിൻ്റെ അടിയിൽ നമ്മൾ വീഡ് മാറ്റ് ഇട്ട സ്ഥലത്ത് എന്താണ് സ്ഥിതി എന്നുള്ളത് നോക്കാം. ഓക്കെ, ഞാൻ കണ്ടോ വീഡ് മാറ്റ് ഇട്ട സ്ഥലവും കണ്ടോ, അതിൻ്റെ സൈഡ് നോക്കിക്കേ. ഇതാണ് വീഡ് മാറ്റ് ഇട്ടാലുള്ള ഗുണം. അപ്പോൾ നമ്മളാ സൂചി ഉണ്ടല്ലോ പറന്നു പോകാതിരിക്കാൻ വേണ്ടി അടിച്ച കണ്ടോ. നീ പീസും കൂടി എടുത്ത് കാണിച്ചു തരാം. കണ്ടോ, വീഡ് മാറ്റി ഇട്ട സ്ഥലം ഒരൊറ്റ പുല്ല് മുളച്ചിട്ടില്ല. ഇതുപോലെ ഇരിക്കും. നിങ്ങൾക്ക് വെറുതെ പാമ്പൂടി കൊണ്ട് ചാവണ്ട. ഇതുപോലെ പ്രശ്നമുള്ള സ്ഥലങ്ങളിലൊക്കെ വീഡ് മാറ്റി ഇട്ട് കൊടുത്തോ, നല്ല അസലായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. നിസ്സാര കാശിന് വലിയുള്ളൂ. വീഡ് മാറ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് 1 മീറ്റർ, 1.5 മീറ്റർ, 2 മീറ്റർ, 3 മീറ്റർ, 4.2 മീറ്റർ വീതികളിൽ 50 മീറ്റർ നീളത്തിലുള്ള റോളുകളാണ്. ഓക്കെ, അതിനിപ്പം കുറച്ച് മതി എന്നുണ്ടെങ്കിൽ മുറിച്ച് തരാനും കുഴപ്പമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഏരിയയ്ക്ക് അനുസരിച്ചിട്ട് വേസ്റ്റേജ് ഇല്ലാതെ എങ്ങനെ വേണമെങ്കിലും കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പല അളവുകളിലുള്ള വീതികളിലുള്ള വീഡ് മാറ്റ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതോടൊപ്പം വീഡ് മാറ്റ് ഉറപ്പിക്കാനുള്ള നെയിൽ കണ്ടോ, സൂചി അല്ലെങ്കിൽ ബട്ടൺസ് എന്ത് വേണമെങ്കിലും പറയാം. ഇതിൻ്റെ സൈഡിലുള്ള കാലുകൾ കണ്ടോ, ഇത് നമ്മൾ മണ്ണിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ തിരിച്ചു പോരാതിരിക്കാനുള്ള ഒരു ലോക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ സേഫായിട്ടും എളുപ്പത്തിലും പണി തീർക്കാനുള്ള ഒരു സൗകര്യമാണ്. ഉപയോഗിക്കൂ, ചുമ്മാ ഉപയോഗിക്കൂ.